പിന്തുണയ്ക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇസ്ലാമാബാദിൽ വെച്ച് നടക്കുന്ന ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മുന്നോടിയായി പാകിസ്ഥാനെതിരെ വിമർശനാത്മക പരാമർശവുമായി ഇസ്രായേൽ. മാത്രമല്ല, ഇസ്രായേലിനെ തിന്മയും മനുഷ്യരാശിയുടെ ശാപവുമെന്ന് വിശേഷിപ്പിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിന്റെ പ്രസ്താവന അംഗീകരിക്കാനാവില്ലെന്നും ഇസ്രായേലിന്റെ മുൻ വക്താവ് എയ്ലോൺ ലെവി വ്യക്തമാക്കി. പാകിസ്ഥാൻ തീവ്രവാദത്തെ വ്യവസ്ഥാപിതമായി പിന്തുണയ്ക്കുന്ന ഒരു ആക്രമണാത്മക രാഷ്ട്രമാണെന്നാണ് ലെവി പറഞ്ഞത്. പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന അതിരുകടന്നതും പൂർണ്ണമായും അസ്വീകാര്യവുമാണ്. ഒരു ആണവായുധ രാഷ്ട്രം നമ്മുടെ രാജ്യത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനമായി ഇസ്രായേൽ അതിനെ ശരിയായി വ്യാഖ്യാനിക്കുന്നു. ഇത് ഇസ്രായേൽ മിക്ക ഇന്ത്യക്കാർക്കും അറിയാവുന്ന കാര്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതായത്, പാകിസ്ഥാൻ ഒരു നല്ല വിശ്വാസമുള്ള കക്ഷിയല്ല. അത് ഭീകരതയെ വ്യവസ്ഥാപിതമായി പിന്തുണയ്ക്കുന്ന ഒരു ആക്രമണാത്മക രാഷ്ട്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുപോലെ ഭീഷണിയാകുന്ന ഒരു തീവ്ര ഇസ്ലാമിക അച്ചുതണ്ട് കെട്ടിപ്പടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെന്നും ലെവി പറഞ്ഞു. ഇറാനുമായുള്ള ഈ ചർച്ചകളിൽ അവർ ഒരു നല്ല വിശ്വാസമുള്ള മധ്യസ്ഥനല്ല. ഇസ്രായേലിനെയും ഇന്ത്യയെയും ഒരുപോലെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തീവ്ര ഇസ്ലാമിക അച്ചുതണ്ട് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ ഒരു സഖ്യകക്ഷിയാണിത്. ഇറാനുമായുള്ള ചർച്ചകളുടെ മധ്യസ്ഥതയിൽ നിന്നും അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാന് ലഭിക്കുന്ന വർദ്ധിച്ചു വരുന്ന പങ്കിനെ കുറിച്ച് ഇന്ത്യക്കാർക്ക് വളരെയധികം ആശങ്കയുണ്ടെന്നും ഞാൻ കരുതുന്നു. ആഗോള ശക്തി ദല്ലാൾ എന്ന നിലയിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ സുരക്ഷാ ആശങ്കകളെ തള്ളിക്കളയുന്ന അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുന്നുവെന്നും ലെവി പറഞ്ഞു. പാകിസ്ഥാനെ ആഗോള ശക്തി ദല്ലാളും സമാധാന നിർമ്മാതാവുമാക്കി മാറ്റുന്ന വളരെ അപകടകരമായ ഒരു കീഴ്വഴക്കം ഇത് സൃഷ്ടിക്കുന്നു. ഇത് രാജ്യങ്ങളെ പാകിസ്ഥാന് പിന്തുണ നൽകാനും ഇന്ത്യയുടെ സ്വന്തം സുരക്ഷാ ആശങ്കകളെ തള്ളിക്കളയാനും ഇടയാക്കും. ഇപ്പോൾ മുഖം മൂടി അഴിച്ചു മാറ്റിയിരിക്കുന്നു. ആണവായുധങ്ങളുള്ള ഒരു രാജ്യമാണിത്. ഇസ്രായേലിന്റെ നാശത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന ഈ രാജ്യം തീർച്ചയായും മുൻകാലങ്ങളിൽ ഇന്ത്യയെ തീവ്രവാദത്തിനും ആക്രമണത്തിനും വളരെയധികം പിന്തുണ നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇറാന്റെ സഖ്യകക്ഷിയാണെന്നും ഇറാൻ ഭരണകൂടത്തിന്റെ ആണവായുധ പദ്ധതി ആരംഭിക്കാൻ സഹായിച്ചുവെന്നും ലെവി പറഞ്ഞു. ഈ ചർച്ചകളിൽ പാകിസ്ഥാൻ ഒരു നല്ല വിശ്വാസ മധ്യസ്ഥനല്ല. അവർ ഇറാന്റെ സഖ്യകക്ഷിയാണ്. ഇറാൻ ഭരണകൂടത്തിന് ആണവായുധ പദ്ധതി ആരംഭിക്കാൻ ആദ്യം സഹായിച്ചത് ഒരു പാകിസ്ഥാൻ ആണെന്നും ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പശ്ചിമേഷ്യയിൽ സുരക്ഷ, സമൃദ്ധി, സ്ഥിരത എന്നിവ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് ഒരു പ്രതിരോധമായി ഇറാൻ മാത്രമല്ല, തുർക്കിയെയും ഈ കാര്യത്തിൽ സൗദി അറേബ്യയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു റാഡിക്കൽ ഇസ്ലാമിക അച്ചുതണ്ട് കെട്ടിപ്പടുക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു. ലോകമെമ്പാടും അസ്ഥിരപ്പെടുത്തുന്നതിൽ പാകിസ്ഥാൻ ഒരു അടിസ്ഥാന ഘടകമായി തുടരുമെന്നും ലെവി പറഞ്ഞു. ഇസ്രായേലിന്റെ നാശത്തെ ഭീഷണിപ്പെടുത്തുമ്പോൾ തന്നെ മധ്യസ്ഥ വഹിക്കാനുള്ള പാകിസ്ഥാന്റെ പങ്ക് ഈ സംഘർഷത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ലോകമെമ്പാടും അസ്ഥിരപ്പെടുത്തുന്നതിൽ അടിസ്ഥാനപരമായ ഒരു ഘടകമായി അവർ തുടരുന്നുവെന്നും കാണിക്കുന്നു. വളരെയധികം പ്രാദേശിക അസ്ഥിരതയുടെ ഉറവിടമായ ഒരു രാജ്യത്തിന് ആഗോള സ്ഥിരതയുടെ ഉറവിടമാകാൻ കഴിയില്ല. അതേസമയം US ഇറാൻ ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്ലാമാബാദിലുടനീളം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ അമേരിക്കൻ പ്രതിനിധികൾ പാകിസ്ഥാൻ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.